തൊഴിലുറപ്പ് മേഖലയിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് MNREG വർക്കേഴ്സ് യൂണിയൻ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പെരുമണ്ണ പോസ്റ്റ് ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചും ധർണയും MM സുധീഷ് ഉദ്ഘാടനം ചെയ്തു. എനിക്കും പണിക്ക് പോകാൻ കഴിയുമല്ലോ എന്നുള്ള തോന്നൽ 2006 വയനാട്ടിലെ തൊഴിൽ കണ്ട നമ്മൾ മനസ്സിലാക്കിയത്. കോണ്ടൂർ ബണ്ട്, കല്ല് കയ്യാല, തെങ്ങിന് തടം വളയ്ക്കൽ, കാർഷിക മേഖലയിലെ കൃഷിയിടങ്ങളിൽ ഇടപെടൽ, ഇങ്ങനെ വിവിധങ്ങളായ പ്രവൃത്തി ഒരു ഭാഗത്ത്. മറ്റൊന്ന്, രാജ്യത്താകെ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് കിലോമീറ്ററുകളോളം ദൂരത്തിൽ കാർഷിക മേഖലയിലെ കൃഷിക്കാവശ്യമായിട്ടുള്ള ജലമെത്തിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള തോട് നിർമ്മാണം കിലോമീറ്ററുകളോളം ദൈർഘ്യത്തിൽ. ഇന്ത്യ രാജ്യത്തിലെ ഒരു തൊഴിലാളിയും നടത്താത്ത തൊഴിൽ പാവപ്പെട്ട ഈ തൊഴിലുറപ്പ് തൊഴിലാളി നടപ്പാക്കിയതിൻ്റെ വലിയ വാർത്ത വന്നു. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലുമെല്ലാം കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ വെള്ളം കിട്ടാത്ത മേഖലയിലേക്ക് ഈ പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളി കാർഷിക മേഖലയിൽ പ്രവൃത്തി നടത്താൻ അവകാശമുള്ളത് കൊണ്ട് കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി തോടുണ്ടാക്കുന്ന വാർത്ത രാജ്യത്താകമാനം വന്നു. ഇങ്ങനെയൊരു പദ്ധതി രാജ്യത്തിനകത്ത് നിലവിൽ വരാനുണ്ടായ സാഹചര്യം എന്ത് എന്ന് അറിയാത്തവരാണ് ഈ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതും ഇവർ പണക്കാരന്റെ പറമ്പിൽ മാത്രം പണിയെടുക്കുന്നവരാണെന്ന് പറയുകയും ഇവർ നാട്ടിലെ ആകെ മോശപ്പെട്ടവരാണെന്ന രൂപത്തിലേക്കുള്ള ചർച്ച നടത്തുകയും ചെയ്യുന്നത്. ഇതിന്റെ 2004 ഇന്ത്യ രാജ്യത്തിനകത്ത് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു എന്നും ആ തെരഞ്ഞെടുപ്പിനകത്ത് ഇന്ത്യ രാജ്യത്തിനകത്തേക്ക് ആർക്കും ഒറ്റയ്ക്ക് ഭരിക്കാൻ ഇടയായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല എന്നും അങ്ങനെ വന്നപ്പോൾ ഇന്ത്യ രാജ്യത്തിനകത്ത് ഒരു മതേതര പാർട്ടി രാജ്യത്തിനകത്ത് അധികാരത്തിലേറണമെന്നുള്ള ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു പദ്ധതി വന്നത് എന്നും പലർക്കും അറിയില്ല. സുരേഷ് സി, കെ അജിത, സി ഉഷ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ തൊഴിലാളികൾ പ്രഖ്യാപിക്കുകയാണ്, നാട്ടിലാകെ തൊഴിലാളി സമൂഹം പ്രഖ്യാപിക്കുകയാണ്, 4 മണി വരെ ജോലി എടുക്കൂ. നിങ്ങൾ നടപടിയെടുത്താൽ ഇതിന്റെ ചുമതലക്കാരായ ആളുകൾ രാവിലെ 10 മണിക്ക് വരുന്നുണ്ടോ, വൈകുന്നേരം 5 മണിക്ക് പോകുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കും. നമുക്ക്